ഹായ്, ഡോക്ടർ മഞ്ജുല ഹിയർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നഴ്സിംഗ് റിസർച്ചിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. എങ്ങനെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സി വൺ ബൈ വൺ. ആദ്യത്തേത് ഇൻ്റർവ്യൂ മെത്തേഡ്. നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് നമ്മുടെ സബ്ജക്ട്സ് റെസ്പോണ്ട് ചെയ്യുന്നു. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ്, ഇന്നൊന്ന് അൺസ്ട്രക്ചേർഡും. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു, അത് ചോദിക്കുന്നു. അതിലപ്പുറത്തേക്ക് വേറൊരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാലോ? അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുന്നു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ദി ക്രിട്ടിക്കൽ കെയർ ICU എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതാണ് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്ന ഇൻ്റർവ്യൂ. രണ്ടാമത്തത് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിലും ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചർ ഓപ്പണും ക്ലോസ്ഡും ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുന്ന സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് പോലെ തന്നെയാണ് ക്വസ്റ്റ്യനെയർസിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. നമ്മൾ ഓപ്പൺ എന്നും പറയും, ക്ലോസ്ഡ് എന്നും പറയും. ഇപ്പോൾ ക്വസ്റ്റ്യനെയറിൽ എന്താണ്, നമ്മൾ വി ആർ പുട്ടിങ് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറിലാക്കാം. അത് എന്ന് വെച്ചാൽ ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് കൊടുക്കാം, സോഫ്റ്റ് കോപ്പി ആയിട്ട് ഗൂഗിൾ ഫോംസിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ the question is kept open, they can answer any way they want. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ ഒരാളോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾ കറക്റ്റായിട്ട് ഞാൻ ഇടിയപ്പം കഴിച്ചു അല്ലെങ്കിൽ അപ്പം കഴിച്ചു, ഒരാൾ ഒന്ന് പറയും, ഇന്നൊരാൾ വേറൊന്ന് പറയും. അപ്പോൾ ആ ഒരു ബ്രോഡായിട്ടുള്ള ഒരു റെസ്പോൺസിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. അതേസമയം ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അവർക്ക് ലിമിറ്റഡ് റെസ്പോൺസസേ അവർക്ക് അവിടെ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, യെസ് ഓർ നോ എന്നുള്ള അങ്ങനത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റീനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കി അതിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ സിസ്റ്റമാറ്റിക് വാച്ചിങ് ഓഫ് എ ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസസ് നമ്മൾ നോക്കുകയാണ്, നഴ്സസ് ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ കയ്യിലൊരു ചെക്ക് ലിസ്റ്റ് കാണും. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കാണും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ നോക്കി ഇതിൽ ചെക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. അല്ലാതെ വെറുതെ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് ഒബ്സർവേഷൻ അല്ലേ? ആ ഒബ്സർവേഷൻ അല്ല ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒബ്സർവേഷനാണ്. ഇതിൽ തന്നെ 2 തരത്തിൽ നമുക്കിത് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് ആ ഗ്രൂപ്പിൽ ഒരാളായിട്ട് നിന്നുകൊണ്ടും ചെയ്യാം, അതല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്ന് നോക്കിയും ചെയ്യാം. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരാളായിട്ട് നിന്ന് അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് നമ്മൾ അവരുടെ ആക്ടിവിറ്റീസിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ നാലാമത്തെ മെത്തേഡ് എന്താണ്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും, ഒരു മിനിമം ഒരു 6 പേര്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിൽ അവരുടെ ഒപ്പീനിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്പ്രസ് ചെയ്യും. സോ ദർ ഇസ് എ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ ഓൾസോ ഹാപ്പനിങ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ന്യൂ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ടത് സഹായിക്കും. സോ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ഫോക്കസ്, ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ എന്താ പറയുക, റെസ്പോൺസസ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. സോ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ ഈസ് ദെയർ ആൻഡ് വി ആർ എക്സ്പ്ലോറിങ് ഇൻ ഡെപ്ത് അബൌട്ട് ദെയർ ഒപ്പീനിയൻസ്. ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിലോ ക്വസ്റ്റ്യനേഴ്സിലോ ഒന്നും കിട്ടാത്ത, അതിനെക്കാട്ടിലും ഏറെ ഡെപ്തിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അടുത്തതാണ് ഡെൽഫി ടെക്നിക്. എന്താണ് ഡെൽഫി ടെക്നിക്? ഇത്
എക്സ്പേർട്സ് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ടോ, 5-6 പേര് ഒരു ഫീൽഡിൽ നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വി വോണ്ട് ടു, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോക്കോൾ, ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ ഒരു പ്രോട്ടോക്കോൾ നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള എക്സ്പേർട്സ് ആരൊക്കെയാണ്, ഒരു 5 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് അവരിൽ ഓരോരുത്തർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. സോ ഇറ്റ് ഈസ് വെരി അനോണിമസ്. ഓക്കെ, എനിക്കിപ്പോൾ ആ ക്വസ്റ്റ്യനർ ഒരാൾ അയച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻസ്, എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ആൻഡ് ഇറ്റ് ഗോസ് ബാക്ക് ടു ദ panel, and then there will be a group, or there will be a team who's handling all these റെസ്പോൺസസ്. അപ്പോൾ നമ്മുടെ ഈ ടെക്നിക്കിൽ 5 എക്സ്പേർട്ട് ഉണ്ടെന്ന് വെച്ചോളുക. ഈ 5 പേരും അനോണിമസ് ആയിട്ടാണ്, നോബഡി വിൽ നോ ഹൂ ഈസ് ദ അതർ എക്സ്പേർട്ട്. അപ്പോൾ 5 പേരുടെയും ഒപ്പീനിയൻസിനെ അവിടെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചത് നമുക്ക് അയക്കും. തിരിച്ച് ക്ലാരിഫിക്കേഷൻസിന് ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് അയക്കും. നമ്മൾ പിന്നെ ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ റെസ്പോൺസസ് കൊടുക്കും. സോ ദിസ് ഗോസ് ഓൺ. ഒരു പല റൗണ്ടുകളിൽ, ചിലപ്പോൾ 5-6 റൗണ്ടുകളിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫൈനലി ദേ വിൽ റീച്ച് അറ്റ് എ conclusion of what kind of a protocol you have to develop for infection control. അപ്പോൾ അതിനെയാണ് ഡെൽഫി ടെക്നിക് എന്ന് പറയുന്നത്. കുറേ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് കാണും, 5-6 പേര് കാണും. അവർക്ക് സെവറൽ റൗണ്ട്സ് ഓഫ് questionnaires will be given so that you can arrive at a conclusion. Usually protocol developments, policy developments ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അടുത്തത് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഓൾറെഡി റിസർച്ച് ഡിസൈൻസിൽ നമ്മൾ പറഞ്ഞു. So we are controlled manipulation of variables. It can happen in the lab, like chemistry experiments ഒക്കെ നടക്കുന്നില്ല, or in the field, out in the field, like how we do. Then comes simulation. Simulation എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി യു ആർ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ. ഒരു റിയൽ വേൾഡ് സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മനുഷ്യൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ നമ്മളെല്ലാവരും അവെയർ ആണല്ലോ. നമ്മുടെ ലാബ്സിലൊക്കെ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ, പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സിമുലേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ബയോഫിസിയോളജിക്കൽ മെഷേഴ്സ്. ബയോഫിസിയോളജിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ഡേറ്റ, നമ്മൾ ഈ നഴ്സിംഗ് പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഡേറ്റ എന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒബ്ജക്റ്റീവ് ഡേറ്റ ആണ് ഇതിനകത്ത് വരുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ BP, അതൊരു ബയോഫിസിയോളജിക്കൽ മെഷറാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മളെ ബയോഫിസിയോളജിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. നമുക്കതിൽ ഇൻ വിവോ പലതരത്തിലുള്ളതുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസിലൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ഒന്ന് നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ ബ്ലഡ് പ്രഷർ, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, പൾസ്, ഈ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. അതൊരു ടൈപ്പ്. പിന്നെ നമുക്ക് ലാബിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഹീമോഗ്ലോബിൻ്റെ ലെവല്, അല്ലെങ്കിൽ സിറം സോഡിയത്തിൻ്റെ ലെവല്. ഇതൊക്കെയും that also comes under biophysiological measures. Okay, so anything that is related to the body, when you are measuring objectively, it is called as biophysiological measure. Then comes records and reports. ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് ഉണ്ടാവും, നഴ്സസ് റെക്കോർഡ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഓർഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെയാണ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സിൽ വരുന്ന സെൻസസ് ഡേറ്റ. Then comes literature review. From literature also you can collect data. അതെങ്ങനെയാ, പഴയ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡീസിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് യു ക്യാൻ arrive at a conclusion. സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നൊക്കെ പറയുമല്ലോ. സോ യു വിൽ ബി റീഡിങ് ഓൺ സോ മെനി, യു ആർ അനലൈസിങ് പല ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള പല റിസർച്ചിൻ്റെയും റിസൾട്ട്സിനെ നമ്മൾ ഒരുമിച്ച് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്തുന്നതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ആണ്. അതിൻ്റെ പല തരത്തിലുണ്ട് ലിറ്ററേച്ചർ റിവ്യൂസ്. അതിലൊന്ന് ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ. അടുത്തത് ഓൺലൈൻ സർവേസ്. ഓൺലൈൻ സർവേസ് ഈ ക്വസ്റ്റ്യനേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാർഡ് കോപ്പീസിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പീസിൽ ഡേറ്റ ഗൂഗിൾ ഫോംസിലൊക്കെ നമുക്ക് ചെയ്യാം. അതിനെയാണ് ഓൺലൈൻ
സർവേ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ ടെലിഫോണിക് ഇൻ്റർവ്യൂസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം. ടെലിഫോണിക്കലി ഓൾസോ യു ക്യാൻ കണ്ടക്ട് ഇൻ്റർവ്യൂസ്. ടെലിഫോണിൽ വിളിക്കാം, സൂമിൽ മീറ്റ് ചെയ്യാം, ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം. സോ റിമോട്ട്ലി യു ആർ കളക്ടിങ് ദ വെർബൽ ഡേറ്റ. ദാറ്റ് ഈസ് കോൾഡ് ടെലിഫോണിക് ഇൻ്റർവ്യൂ. അടുത്തത് എന്താ? മൊബൈൽ ഡേറ്റ കളക്ഷൻ. മൊബൈൽ ഡേറ്റ കളക്ഷനും ഇപ്പോൾ ആപ്പ് ബേസ്ഡ് അല്ലെങ്കിൽ SMS ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് സർവീസ് കണ്ടക്ട് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഫോർ എ റീക്യാപ്പ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജീസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻ്റർവ്യൂ. രണ്ടാമത്തേത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. മൂന്നാമത്തേത് ഒബ്സർവേഷൻ. ഇത് മൂന്നാണ് മേജറായിട്ട് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും? അത് നമ്പേഴ്സ് ആണല്ലോ, നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. സോ ദെയർ യു ക്യാൻ യൂസ് ക്വസ്റ്റ്യനേഴ്സ്, some experimental data or biophysiological measures will come under quantitative ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്. ഇനി മിക്സ്ഡ് മെത്തേഡിലാണെങ്കിലോ, മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആ റിസർച്ചിൽ നമുക്ക് ഒരു പോർഷൻ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും, ഒരു പോർഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. അതാണ് മിക്സ്ഡ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് മെത്തേഡ്സിൻ്റെയും മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യും. ലൈക്ക് സർവേസ് യു കെൻ യൂസ് ഇൻ്റർവ്യൂസ്, യു കെൻ ഈവൻ യൂസ് ക്വസ്റ്റ്യനേഴ്സ്. So you combine both the methods, it becomes mixed method of data collection. Now coming to ethical principles in research. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് റിസർച്ചിൽ നമ്മൾ ചില എത്തിക്കൽ പ്രിൻസിപ്പിൾസ് മസ്റ്റായിട്ടും ഫോളോ ചെയ്തേ മതിയാകുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പൻസിനൊരു റൈറ്റ് ഉണ്ട്. നമ്മൾ they have the right to decide by themselves whether they should give information to you or not, and anytime they can drop out. ഇപ്പോൾ അവർ കൺസെൻറ്റ് തന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റഡി ത്രൂ ഔട്ട് അവർ നിന്നുകൊള്ളണമെന്നൊന്നുമില്ല. they are free to leave any time during your research, your data collection process also. So autonomy എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ we are respecting the patient's right to decide by himself or herself. സോ അതിനാണ് നമ്മൾ എപ്പോഴും ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ്, രണ്ട് വാക്കുകൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫോംഡ് കൺസെൻ്റ് ആണ്. വെറുതെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്വഭാവത്തോടെ അതെല്ലാം മനസ്സിലാക്കി വേണം നമുക്ക് കൺസെൻറ്റ് തരാനായിട്ട്, അല്ലാതെ വെറുതെ പോയി പേപ്പറിൽ സൈൻ മേടിക്കുക അല്ല. So that's about autonomy. Next ethical principle is beneficence. Beneficence എന്ന് പറഞ്ഞാൽ എന്താണ്? You have to give maximum benefit and minimize the harm to the participant. ഇപ്പോൾ നമ്മൾ ഡ്രഗ് ട്രയൽസിലൊക്കെ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്നതിൽ ചില ഡ്രഗ്സൊക്കെ ചില ഡിസീസസിലൊക്കെ നമുക്ക് എന്താ പറയുക, എക്സ്പെരിമെൻ്റലി വി ഹാവ് ടു new drugs would have come and we have to experimentally try and test it out. അത് വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില ആൾക്കാർ അതിന് സമ്മതിക്കാറുണ്ട്. അപ്പോൾ നമ്മളവിടെ നോക്കേണ്ടത് യു ഹാവ് ടു വേ ദ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം രക്ഷപ്പെടാം എന്നുള്ളതാണ് മാക്സിമം ബെനിഫിറ്റ്. അതിൻ്റെ ചിലപ്പോൾ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ തലവേദനയോ ഛർദിലോ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ആയിട്ടും കാണാം. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, മാക്സിമം ബെനിഫിറ്റ് നോക്കണം, മിനിമം ഹാമും നോക്കി വേണം പേഷ്യൻറ്റിന് നമ്മൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ളത് വളരെ മിനിമവും ബെനിഫിറ്റാണ് കൂടുതലും ആക്കി കൊടുക്കാനുള്ളത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഡു എനി ഹാം ഫോർ ദ പേഷ്യൻറ്റ്. ദെൻ നോൺ മാലഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ do not do harm. Like if there is a risk involved, like നമ്മളൊരു ഡ്രഗ് ട്രയൽ ചെയ്യുന്നു, അപ്പം ചിലപ്പം BP ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അരിത്മിയുടെ പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ അതാണ് നോൺ മാലഫിഷ്യൻസ്. ഡു നോ ഹാം ടു ദ പാർട്ടിസിപ്പൻസ് ഫിസിയോളജിക്കലി ഓർ മെൻ്റലി ഓൾസോ. ദർ ഇസ് അതും ഉണ്ട് കേട്ടോ, സൈക്കോളജിക്കൽ റിസ്ക്സും ഉണ്ട്. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ HIV പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസ്, അവരുടെ
മെൻ്റൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ചില റിസർച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ദാറ്റ് മേ take them aback or that may cause a disturbance in their emotional situations. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ you should not do that. So that is called as non-maleficence. Do no harm. നാലാമത്തേത് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബി ഇറ്റ് റിച്ച് പേഴ്സൺ, എ പുവർ പേഴ്സൺ, people from one particular ethnic background, അതൊന്നും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ട്രീറ്റിംഗ് എവ്രിബഡി ഈക്വലി ഈസ് കോൾഡ് ആസ് ജസ്റ്റിസ്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ എപ്പോഴും അവരുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഡേറ്റ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. യു ഷുഡ് നോട്ട് ഷെയർ ഇറ്റ് വിത്ത് എനിബഡി എൽസ്. അപ്പോൾ നമ്മളൊരു റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ്, സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസും അതിനകത്തുണ്ടാകും. So you should not share that information with anybody. So it is a private information. അടുത്ത ആറാമത്തെ പ്രിൻസിപ്പിൾ എന്താ? വെറേസിറ്റി. വെറേസിറ്റി എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾനെസ് ആണ്. നമ്മളവിടെ ചതിക്കാൻ പാടില്ല. ഇൻഫോംഡ് കൺസെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ഓക്കെ ഈ പ്രൊസീജിയറിന് റിസ്ക് ഒന്നും ഇല്ല, നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് ഈ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഓൾ ദ പ്രോബ്ലംസ് വിൽ എൻഡ് നൗ, ദർ ഈസ് അബ്സല്യൂട്ട്ലി സീറോ സൈഡ് ഇഫക്ട്സ് ഫോർ ദിസ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഡിസീവ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വെറേസിറ്റി എന്ന് പറയുന്ന ട്രൂത്ത്ഫുൾനെസ് ആണ്. whenever you are conducting the research, you have to be very truthful to your participants. Then fidelity. Fidelity എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ദ ട്രസ്റ്റ് ആൻഡ് ഓണറിങ് ദ കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറയുന്നു ഓക്കെ ഈ റിസർച്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷത്തേക്ക് ഞാൻ ഈ മെഡിസിൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. സോ ഇഫ് യു ആർ അബൈഡിങ് ബൈ ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ദെൻ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, അതർവൈസ് ഇറ്റ് ഈസ് ഇൻഫിഡിലിറ്റി. So maintaining the trust and honoring the commitments is known as fidelity. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് തെറ്റിപ്പോകുന്ന വെറേസിറ്റിയും ഫിഡിലിറ്റിയും. വെറേസിറ്റി എന്ന് പറയുന്ന ട്രൂത്ത്ഫുൾനെസ്, ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ഓക്കെ, സോ യെസ്, ദീസ് ആർ ദ ethical principles that you have to follow when you're conducting research. So that's it for today's session. Thank you very much.